ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു കണ്ണൂരിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് കണ്ണപ്പം എന്നാണ് ഇവിടെ പറയുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ റൈസ് ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ജീരകശാല റൈസാണ്. ഇവിടെ നിങ്ങൾക്കിത് പച്ചരി വെച്ചിട്ടും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് പച്ചരിയും 1 കപ്പ് ജീരകശാല റൈസ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ജീരകശാല റൈസിൽ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. ഇത് അരി നന്നായിട്ട് കഴുകിയ ശേഷം 3-4 മണിക്കൂർ നന്നായിട്ട് കുതിർത്തെടുത്തതാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നുകൂടെ കഴുകിയിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ അരി ഒന്നുകൂടെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഇട്ട് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടായിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിലോട്ട് ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഓവർ ടൈറ്റ് ആകുമ്പോൾ പിന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇത് കുക്കാവാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഓവർ ലൂസ് ആവാതെയും നല്ല ടൈറ്റ് ആവാതെയും അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ ആദ്യം അരി അരച്ച് വെച്ചിട്ട് പിന്നെ നമുക്കിതിലോട്ടൊരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ അരി സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഇതിലോട്ടേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായ ശേഷം അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2-3 പച്ചമുളക്, ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം സോഫ്റ്റായ ശേഷം പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീഫാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് നിങ്ങൾക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുക്കുക, എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ വേവിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫിന് പകരം ഇതിലോട്ട് ചിക്കനും ആഡ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ചെമ്മീൻ ആഡ് ചെയ്തിട്ടും ഇത് ചെയ്തെടുക്കാം. ബീഫ് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കാനായിട്ട് ഇഡ്ഡലിയുടെ തട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നാൽ അതിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ മസാല വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത തട്ട് വെച്ചിട്ട് അതിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്
വേവിച്ചെടുത്ത സംഭവം റെഡിയാണ്. എന്നിട്ട് ഒന്ന് ചൂടാറിയ ശേഷം ഇതിൽ നിന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നല്ല സിമ്പിളും നല്ല ടേസ്റ്റും ആയിട്ടുള്ള നമ്മുടെ കണ്ണപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക.